ഹായ് ഫ്രണ്ട്സ്, KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ പി സി ജോർജ് ആരാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ അടുത്ത കാലത്തായി ഇദ്ദേഹം മുസ്ലിം വിഭാഗത്തെക്കുറിച്ച് വളരെ വികൃതമായി, വളരെ മോശമായ രീതിയിലാണ് പ്രസംഗങ്ങളും പ്രസ്താവനകളും ഒക്കെ നടത്തുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുവാൻ ഇടയായി. ആ വീഡിയോ നമുക്ക് കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് പരാമർശിക്കാം. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്? വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിപ്പില്ല. ഇത്ര വൃത്തികെട്ടവന്മാർ, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാർ. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അവർ. അത് തന്നെയല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിസ്ത്യാനിയല്ല, മുസ്ലിമാണ്. ആ മുസ്ലിം സമുദായത്തിന് അത്രമാത്രം ബഹുമാനവും സ്നേഹവും ഒരു ജനാധിപത്യ വിശ്വാസം എന്ന നിലയിൽ എനിക്കുണ്ട്. ഇത് പി സി ജോർജ് തന്നെ പറയുന്ന ഒരു കാര്യമാണോ? എന്നിട്ടിപ്പോ ഈ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം ഞെട്ടൽ ഉളവാക്കി. കാരണം ഈ അടുത്ത കാലം വരെ അദ്ദേഹം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വളരെ വികൃതമായി, എന്നിട്ടും അദ്ദേഹം പറയുന്നത് ഞാൻ തീവ്രമായി ചിന്തിക്കുന്ന മുസ്ലിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നു എന്നതാണ്. പക്ഷെ അതല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മൊത്തം പാകിസ്ഥാനിലേക്ക് പോകണമെന്നുള്ള ഒരു വിവാദപരമായിട്ടുള്ള ഒരു വീഡിയോ. അങ്ങനെ പറയുന്നതാണെങ്കിൽ അദ്ദേഹം ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മൊത്തത്തിൽ തീവ്രവാദികളാക്കുന്ന രീതിയിലാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് പി സി ജോർജ് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഇറക്കാനുണ്ട്. ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് അത്ഭുതപ്പെട്ടു പോകുന്നു. പക്ഷെ നിയമസഭാ ഇലക്ഷനാണല്ലോ വരുന്നത്. ഇപ്പൊ 5 മാസം കഴിഞ്ഞാൽ ഇപ്പൊ നിയമസഭാ ഇലക്ഷനിൽ പൂഞ്ഞാറിൽ ഇദ്ദേഹം ഒരിക്കൽ കൂടി അംഗത്തിന് ഇറങ്ങാം എന്നുള്ള ഒരു ധാരണയാണ്. അവസരത്തിനൊത്ത് നിറം മാറുന്ന ഒരു വ്യക്തി, അതായത് കേരള രാഷ്ട്രീയത്തിൽ പി സി ജോർജിനെ പോലുള്ള ഒരു വ്യക്തി മറ്റാരും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പലവരും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എവിടെയും എങ്ങനെയും സംസാരിക്കും. അപ്പൊ BJP-ന്റെ ദേശീയ നേതാവും കൂടിയാണ്. അപ്പൊ BJP-യിൽ നിന്ന് ഒരു വ്യക്തി പല രീതിയിലുള്ള രാഷ്ട്രീയ രീതിയിലേക്ക് മാറി അദ്ദേഹം എവിടെയാണോ അദ്ദേഹത്തിന് സ്ഥാനം കിട്ടുന്നത് അവിടെ അദ്ദേഹം പറ്റിപ്പിടിക്കും. അതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. ഏതായാലും പി സി ജോർജ് ഇതുപോലുള്ള എത്ര വീഡിയോകൾ ഇറക്കി കഴിഞ്ഞാലും ശരി, ഒരു സമുദായത്തിന് എതിരെ അദ്ദേഹം മുറിവേൽപ്പിച്ച ആ മുറിവ് ഒരിക്കലും തന്നെ ഉണങ്ങിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ അടവ് നയം ഇനി ഏതായാലും നടക്കത്തില്ല എന്നാണ് വാസ്തവത്തിൽ പറയാനുള്ളത്.